ലണ്ടനിൽ വന്നിട്ട് ഇത്രയും നാളായിട്ട് ലണ്ടനായി ലണ്ടൻ ബ്രിഡ്ജും കണ്ടില്ലെന്ന് പറഞ്ഞു. ഭയങ്കര മോശമല്ലേ? എന്നാൽ നമുക്ക് ഇന്ന് അത് പോയി കണ്ടേക്കാം. രാവിലെ നേരെ നമ്മൾ പോകുന്നത് ഈ 2 സാധനങ്ങൾ കാണാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ പോകും വഴി എന്താണെന്നറിയില്ല, നല്ല തിരക്കും കാര്യങ്ങളും ഇവിടെ റോട്ടിൽ കാണുന്നുണ്ട്. അല്പം നേരം നോക്കിയൊന്നും എന്താണെന്ന് മനസ്സിലാവാത്തതുകൊണ്ട് പിന്നെ നേരെ നമ്മൾ വിട്ടു. അങ്ങനെ 2 ട്യൂബും 2 ബസ്സുകളൊക്കെ മാറി കയറി നമ്മൾ ഇവിടെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എന്തെന്ന് അറിയാൻ പാടില്ല, 2 കുതിരക്കാരൊക്കെ നിൽക്കുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ നോക്കിയപ്പോൾ മനസ്സിലായത് മ്യൂസിയം ആണെന്നൊക്കെ. പിന്നെ അവിടെ നിന്ന് കുറച്ച് നമുക്ക് പറ്റുന്ന വീഡിയോസൊക്കെ എടുത്ത് നേരെ അവിടെ നിന്ന് നിന്നപ്പോഴാണ് മനസ്സിലായത് ഒരു ചക്രം മേളിൽ കാണും. അപ്പോൾ അത് മറ്റൊന്നല്ല, നമ്മൾ ലക്ഷ്യം വെച്ചത് നമ്മുടെ ലണ്ടനായി ആണ് കാണുന്നത്. അങ്ങനെ നടന്ന് അതിൻ്റെ അടുത്തേക്ക് എത്തിച്ചേർന്നപ്പോൾ അത് മനസ്സിലായി ഇതിൻ്റെ സൈസും ഇതിൻ്റെ ഒരു വലിപ്പമൊക്കെ. ഇതിന് മുന്നേ ഞാൻ കണ്ടേക്കുന്നത് നമ്മുടെ വണ്ടർലയിലെ ജെയിൻ വീല് മാത്രമാണ്. എന്നാലും അത് നല്ല സ്പീഡിനാട്ടോ കറങ്ങുന്നത്. ഇതങ്ങനെയല്ല, ഇത് ഭയങ്കര സ്ലോ ആയിട്ടാണ് കറങ്ങുന്നത്. എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 3/4 മണിക്കൂർ എടുക്കേണ്ടെന്നുണ്ട് ഏകദേശം കറങ്ങി തീർന്നവരെ. അത് കണ്ടുകൊണ്ട് ഇതിപ്പോൾ താഴത്തേക്ക് നോക്കിയപ്പോഴാണ് ദേ ഊബർ ബോട്ട്സ് പോകുന്നു. നമ്മുടെ നാട്ടിൽ ഊബർ ഈറ്റ്സ് ഉണ്ട്, ഊബർ ഓട്ടോ ഉണ്ട്, ഊബർ കാർസ് ഉണ്ട്. എന്നാൽ ഇവിടെ വന്നപ്പോൾ ഊബർ ബോട്ട്സ് ആണ്. പിന്നെ അടുത്ത ലക്ഷ്യം നമുക്ക് ലണ്ടൻ ബ്രിഡ്ജാണ്. അപ്പോൾ പിന്നെ ലണ്ടൻ ബ്രിഡ്ജ് നേരെ ഗൂഗിളിൽ ലൊക്കേഷൻ ഇട്ട് നമ്മൾ നടന്നു കേട്ടോ. ഏകദേശം 1 മണിക്കൂറോളം നടന്ന് കഷ്ടപ്പെട്ട് നമ്മളിത് ലണ്ടൻ ബ്രിഡ്ജ് എത്തി. ലൊക്കേഷനിൽ എത്തിയപ്പോൾ മനസ്സിലായി നമ്മൾ പറ്റിക്കപ്പെട്ടു. നമ്മൾ വിചാരിച്ച ലണ്ടൻ ബ്രിഡ്ജ് ഇതല്ല. ആ കാണുന്നതാണ് നമ്മൾ വിചാരിച്ച ലണ്ടൻ ബ്രിഡ്ജ്. പക്ഷെ നമുക്കിനി അങ്ങോട്ട് പോകണം. എന്നാൽ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് നടക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായേ, യഥാർത്ഥ ലണ്ടൻ ബ്രിഡ്ജ് നമ്മൾ ആദ്യം എത്തിയ പാലം തന്നെയായിരുന്നു. ഇത് ടവർ ബ്രിഡ്ജാണ്. എന്തു ആയിക്കൊള്ളട്ടെ, നമ്മൾ ലണ്ടൻ ബ്രിഡ്ജും കണ്ടു, ടവർ ബ്രിഡ്ജും കണ്ടു. അവിടെ നിന്ന് അല്പം നേരം ഫോട്ടോസൊക്കെ എടുത്ത് തകർത്ത് പിന്നെ അതിൻ്റെ അടിയിൽ കയറി ഇതിൻ്റെ വലുപ്പവും ഇതിൻ്റെ സൗന്ദര്യവും ഇതിൻ്റെ വർക്കിംഗ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് മനസ്സിലാക്കി നേരെ ഇരുട്ടാറായിപ്പിക്കാൻ നമ്മൾ അവിടെ തിരിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഷോർട്സിൽ കാണാം. അതൊരു ബൈ ബൈ.